ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് കൊർത്തിക്കുടിയിലേക്കാണ്. മാങ്കുളത്തോട് ചേർന്ന് വനത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന അതിമനോഹരമായ ഒരു ട്രൈബൽ വില്ലേജാണ് കൊർത്തിക്കുടി. അടിമാലിയിൽ നിന്നും കൊർത്തിക്കുടിയിലേക്ക് പുതിയതായി ഒരു KSRTC സർവീസ് ആരംഭിച്ചിട്ടുണ്ട്. നമ്മൾ ആ KSRTC ബസ്സിനാണ് ഇന്ന് പോകാൻ പോകുന്നത്. നമുക്ക് പോകാനുള്ള ബസ് എത്തി. തിരക്കൊഴിഞ്ഞ ബസ്, ആകെ 8 പേരുണ്ട് അതിൽ. ആ ഫ്രണ്ടിലിരിക്കുന്ന 2 ചേട്ടന്മാർ കൊർത്തിക്കുടി കാണാനായിട്ട് പോകട്ടോ എന്നെ പോലെ. ശേഷിക്കുന്ന ആളുകൾ കൊർത്തിക്കുടിയിലെ സ്ഥിരതാമസക്കാരാണ്. നേരെ പോയാൽ കാണുന്നതാണ് പെരുമങ്കുത്ത് വാട്ടർഫാൾ. അവിടുന്ന് കൗണ്ടറിൽ നിന്ന് 10 രൂപ ടിക്കറ്റ് എടുത്ത് വലത്തേക്ക് കാണുന്ന റോഡിൽ കൂടെ ഒരു 15 മീറ്റർ അങ്ങോട്ട് നടന്നു കഴിഞ്ഞാൽ നമുക്ക് വാട്ടർഫാൾ കാണാൻ പറ്റും. പെരുമ്പങ്കുത്ത് റിവർ ക്രോസ് ചെയ്തിട്ട് വേണം നമുക്ക് കൊർത്തിക്കുടിയിലേക്ക് പോകാൻ. വേനലായതുകൊണ്ട് പുഴയിൽ വെള്ളം കുറവാണ്. 2 മഴ പെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഈ പുഴ ശക്തി പ്രാപിക്കും. ഇടതുവശത്ത് കാണുന്നതാണ് ഇവിടുത്തെ ഫോറസ്റ്റ് ഓഫീസ്. ഈ വഴിയെ പ്രൈവറ്റ് വാഹനങ്ങൾക്ക് പ്രവേശനമില്ല കേട്ടോ. നിങ്ങൾക്ക് ആർക്കെങ്കിലും കൊർത്തിക്കുടി കാണണമെന്ന് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു KSRTC മാത്രമേ നിങ്ങൾക്ക് ആശ്രയമുള്ളൂ. ഏകദേശം ഒരു 3:30 കൂടി പെരുമ്പങ്കുത്ത് വാട്ടർഫാളിനടുത്ത് എത്തുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ബസ്സിന് കൊർത്തിക്കുടി പോയി അരമണിക്കൂറിനുള്ളിൽ കൊർത്തിക്കുടി കണ്ട് തിരിച്ചു വരും. 30 രൂപയാണ് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ടിക്കറ്റ് ചാർജ്. റോഡിലേക്ക് ചാഞ്ഞു കിടക്കുന്ന ഈറ്റക്കാടിന് നടുവിലൂടെയാണ് ഈ ബസ് പോകുന്നത്. അതുകൊണ്ട് സൈഡ് സീറ്റിലിരിക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ ഈ യാത്ര ചെയ്യുന്ന ഈ റോഡിന് ഒരു ഹിസ്റ്റോറിക്കൽ ഇമ്പോർട്ടൻസ് കൂടിയുണ്ട്. മൂന്നാറിൽ നിന്ന് കരിന്തിരി, പെരുമ്പങ്കുത്ത്, കൊർത്തിക്കുടി, പൂയംകുട്ടി വഴി ആലുവയിലെത്തിയിരുന്ന രാജപാതയായിരുന്നത്. 1924 വെള്ളപ്പൊക്കത്തിൽ കരിന്തിരി മല ഇടിഞ്ഞ് ഈ റോഡ് തകർന്നു പോവുകയാണ് ഉണ്ടായത്. അതിന് പകരമായിട്ടാണ് കോതമംഗലം, നേര്യമംഗലം, അടിമാലി വഴി മൂന്നാറിലേക്കുള്ള പുതിയ റോഡ് അന്നത്തെ ഭരണാധികാരിയായ റാണി സേതുലക്ഷ്മിബായി നിർമ്മിക്കുന്നത്. ആ റോഡാണ് ഇപ്പോഴും നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നേര്യമംഗലം മൂന്നാർ റോഡിനേക്കാളും എന്തുകൊണ്ടും മികച്ചതാണ് പഴയ ആലുവ മൂന്നാർ റോഡ്. ഈ റോഡ് പോകുന്നിടത്ത് എങ്ങും തന്നെ കുത്തനെയുള്ള ഇറക്കങ്ങളോ കയറ്റങ്ങളോ ഒന്നും തന്നെയില്ല. നിരന്ന ടെറൈനിൽ കൂടെ തന്നെയാണ് ഈ റോഡ് പോകുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഈ റോഡിൽ കൂടെ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ സമയവും ലാഭമുണ്ട്, കിലോമീറ്ററുകളും ലാഭമുണ്ട്.